الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബകളിലൂടെ തൗഹീദുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൗഹീദിൻ്റെ 3 ഇനങ്ങൾ, അതിലൊന്ന് തൗഹീദുർ റുബൂബിയ്യത്താണ്, രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യത്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവാണ് ഖാലിഖ്, അല്ലാഹുവാണ് മാലിഖ്, അല്ലാഹുവാണ് റാസിഖ് എന്നിങ്ങനെയുള്ള വിശ്വാസത്തിനാണ് തൗഹീദുർ റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്. തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനകൾ, നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കുക. അത് നേർച്ചയാകട്ടെ, നമസ്കാരമാകട്ടെ, ബലികർമ്മമാകട്ടെ, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അത് അള്ളാഹുവിന് മാത്രമാക്കുക എന്നതാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ തൗഹീദിൻ്റെ 3ാമത്തെ ഇനമായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ് പഠിക്കാൻ, ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് ഹുവ ഇഫ്റാദുല്ലാഹി ബിമാ സമ്മാ ബിഹി നഫ്സഹു വവസഫ ബിഹി നഫ്സഹു ഫീ കിതാബിഹി ഔ അലാ ലിസാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദാലിക ബിഇസ്ബാതിൻ മാ അത്ബതഹു. ഇങ്ങനെയാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്തിനെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നത്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ധാരാളം നാമങ്ങളുണ്ട്, പേരുകളുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നാമങ്ങളിലുള്ള, ആ പേരുകളിലുള്ള, ആ അസ്മാഉകളിലും സിഫാത്തുകളിലുമുള്ള
വിശ്വാസത്തിനാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്തി എന്ന് പറയാം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ രണ്ടെണ്ണമുണ്ട്. അത് വളരെ വിശാലമായൊരു മേഖലയാണ്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിന് ഉത്കൃഷ്ടമായ ധാരാളം പേരുകളുണ്ട്. ആ പേരുകൾ നമ്മൾ വിശ്വസിക്കണം. അവൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന, അവൻ്റെ ഉന്നതിയെ അറിയിക്കുന്ന ചില വിശേഷണങ്ങൾ അവനുണ്ട്. ആ വിശേഷണങ്ങൾ അംഗീകരിക്കുക, അവൻ്റെ നാമങ്ങൾ അംഗീകരിക്കുക, അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്തി എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. വലില്ലാഹി, അല്ലാഹുവിന് ഉണ്ട്. എന്താണ് അല്ലാഹുവിനുള്ളത്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു വിശ്വാസമാണ്, അള്ളാഹുവിന് കുറേ നാമങ്ങളുണ്ട്, അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുലിദുല്ലാഹ അബിദുർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഇവിടെ അള്ളാഹു പറയുന്നത്, നബിയെ താങ്കൾ പറയണം, താങ്കൾ പ്രഖ്യാപിക്കണം, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. ഏത് തന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അവനുള്ളതാകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇവിടെ അള്ളാഹു പറഞ്ഞത് ഖുലിദുല്ലാഹ്, നിങ്ങൾ അള്ളാഹ് എന്ന് വിളിച്ചോളി. അല്ലെങ്കിലോ അബിദുർ റഹ്മാൻ, റഹ്മാനി എന്ന് വിളിച്ചോളൂ. അയ്യമ്മാ തദ്ഉ, നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും, അഥവാ പറയപ്പെട്ട, പഠിപ്പിക്കപ്പെട്ട എന്ത് നാമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വിളിച്ചാലും അള്ളാഹുവിന് എന്തുണ്ട്? ഉത്കൃഷ്ടമായ നാമങ്ങൾ ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിൽ അള്ളാഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അവിടെയും അള്ളാഹു പറയുന്നത്, അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അള്ളാഹുവാണ് ദൈവം. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. അപ്പോൾ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകളിലൂടെ നമ്മൾ കേട്ടത് അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. മഹാനായ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ അറിവിൻ്റെ, അഥവാ അസ്മാഇ വസിഫാത്ത് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഫഇന്ന ശറഫൽ ഇൽമി ബിശറഫിൽ മഅലൂം വൽ ബാരി അഷ്റഫുൽ മഅലൂമാത്ത് ഫൽ ഇൽമു ബിഅസ്മാഇഹി അഷ്റഫുൽ ഉലൂം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അഥവാ നമ്മൾ നേടുന്ന, ഏതൊരു മനുഷ്യനും നേടിയെടുക്കുന്ന അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്താണ്? അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവാണെന്നാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവാണ് അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വഴിയെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അപ്പോൾ അള്ളാഹ്ക്ക് നാമമുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. എന്തിനാണ് ആ നാമങ്ങൾ നമ്മൾ പഠിക്കുന്നത്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൗ അറഫൽ അബ്ദു കുല്ല ഷൈഇൻ വലം യഅരിഫ് റബ്ബഹു ഫകഅന്നഹു ലം യഅരിഫ് ഷൈഅൻ എന്നാണ്. എന്താ അദ്ദേഹം പറയുന്നത്? ഒരാൾ എല്ലാം അറിഞ്ഞു, ഒരാൾക്ക് എല്ലാ അറിവുണ്ട്, പക്ഷേ അയാളുടെ റബ്ബിനെ മാത്രം അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ വാസ്തവത്തിൽ ഒന്നും അറിയാത്തവനെ പോലെയാണെന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വൽ ഖുർആനു ഫീഹി മിൻ ദിക്രി അസ്മാഇല്ലാഹി വസിഫാതിഹി വഅഫ്ആലിഹി അക്സറു മിമ്മാ ഫീഹി മിൻ ദിക്രിൽ അകലി വശുർബി വന്നികാഹി ഫിൽ ജന്ന. വളരെ സുന്ദരമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, ഖുർആനിൽ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നിക്കാഹിനെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ തന്നെ അക്കലിനെ കുറിച്ച്, ഷുർബിനെ കുറിച്ച്, ഭക്ഷണപാനീയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഖുർആനിൽ. അതിനെക്കുറിച്ചെല്ലാം പറയുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ചാണ്. അത് ആ അറിവിൻ്റെ, ആ അസ്മാഇ വസിഫാത്തിൻ്റെ മഹത്വമാണ് എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാ? ഖുർആനിൽ 6000 ചില്ലാനും ആയത്തുണ്ട്, 114 അധ്യായമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാ? മഹാനായ ഇബ്നു മുൻദിർ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് നബി ചോദിക്കുന്നുണ്ട്, അത്തദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ളം. നബി അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിനക്കറിയോ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണെന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
ഖുൽതു അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദറബ ഫീ സദ്രി വഖാല വല്ലാഹു ലാ യഹ്നകൽ ഇൽമു അബൽ മുൻദിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് തട്ടി എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏത്? ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയാണ്. എന്താണ് ആയത്തുൽ കുർസിയിലെ ചർച്ചാ വിഷയം? ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന വിഷയം എന്താ? അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്താണ്. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം എന്ന് പറഞ്ഞ് അള്ളാഹു ആ ആയത്തിൽ പഠിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ട്. അതിൽ തന്നെ ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിന് കുറേ നാമങ്ങളുണ്ട്. അതിൽ ഏറ്റവും മഹത്തായ നാമം ഏതാ? പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിലൊന്ന് പറഞ്ഞത് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് പറഞ്ഞാൽ അത് ഹയ്യുൽ ഖയ്യൂമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെവിടെയുള്ളത്? അത് ഈ ആയത്തിലാണ്. അപ്പോൾ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന വിഷയം എന്താ? അള്ളാഹുവിൻ്റെ ഈ തൗഹീദിലെ മൂന്നാമത്തെ ഇനമായ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്, അവൻ്റെ വിശേഷണങ്ങളാണ്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട്. മഹാനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം ഒരിക്കൽ നബിയോട് വന്നിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം ഒരിക്കൽ ഭാര്യയോട് വന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ച നന്മ എന്താ നിനക്ക് നീ കേട്ടിട്ടുണ്ടോ, നീ അറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അബൂ അയ്യൂബ് അൻസാരി അള്ളാഹിൻ്റെ ഭാര്യ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്ന് എത്രയോ നന്മകൾ കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ലഭിച്ച ആൾക്കാരാണ്. അപ്പോൾ ഏത് നന്മയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏത് നന്മയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്ന് അബൂ അയ്യൂബ് അൻസാരി അള്ളാഹിൻ്റെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം അബൂ അയ്യൂബ് അൻസാരി അള്ളാഹിന് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്ത് ആദ്യം താമസിക്കുന്നത് ആരുടെ വീട്ടിലാണ്? അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ്. വലിയ വിശാലമായ ഒരു ചരിത്രമാണത്. ആ നബിയുടെ ഒട്ടകത്തങ്ങനെ എല്ലാ ആളുകളും പിടിച്ചു വലിക്കുകയാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട്. ഒട്ടകത്തിൻ്റെ മൂക്കയറ് പിടിച്ചിട്ട് എല്ലാവരും വലിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളതിനെ വിടൂ, അതിന് നിർദ്ദേശമുണ്ട്, ആ ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കൂ. ആ ഒട്ടകം നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് എവിടെയാണോ ആ ഒട്ടകത്തിന് ചെല്ലാൻ അത് അതിനറിയാം, അത് അവിടെ പോയിട്ട് നിൽക്കും, അതുകൊണ്ട് നിങ്ങൾ പിടിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. ആ സമയത്ത് അബൂ അയ്യൂബ് അൻസാരി അതാണ് ചെയ്തെന്താ? അദ്ദേഹം ഒട്ടകത്തിൻ്റെ മൂക്കയറ് പിടിക്കാൻ പോയില്ല. അദ്ദേഹം ആ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് നബിയുടെ സാധന സാമഗ്രികൾ, അദ്ദേഹത്തിൻ്റെ ചുമട്ടം ചെയ്തു വസ്ത്രങ്ങൾ മറ്റൊക്കെ അദ്ദേഹം എടുത്തു, എന്നിട്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. സ്വാഭാവികമായും അതെടുത്തു കൊണ്ടുപോയതാണ് ഒട്ടകം അങ്ങോട്ടാണ് ചെന്നത്. വളരെ ബുദ്ധിപൂർവ്വം നബിയെ കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു. അവിടം മുതൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ആ സമയം മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ധാരാളം ഹൈറുകൾ ആ കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഭാര്യൻ്റെ ചോദ്യം, എത്രയെത്ര ഹൈറുകളാണ് നബിയിൽ നമുക്ക് ലഭിച്ചത്, ഇപ്പം നിങ്ങൾ പറയുന്ന ഹൈർ ഏതാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, ഒരു രാത്രി വിശുദ്ധ ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് എന്താ തടസ്സം? നബി സ്വഹാബികളോട് ചോദിക്കണം. ഇതാര് കേൾക്കുന്നുണ്ട്? അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. അപ്പോൾ സ്വഹാബികൾ ഇങ്ങനെ പ്രയാസപ്പെടണം. ഖുർആനിലെ 10 ജുസ് എല്ലാ രാത്രി ഓതുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അവരിങ്ങനെ മറുപടി പറയാൻ പ്രയാസപ്പെട്ടുന്ന സമയത്ത് നബി പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് തഅദിലു സുലുസൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ 1/3. നിങ്ങൾ ആ അധ്യായം ഓതിയാൽ നിങ്ങൾക്ക് ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്ത കൂലി കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പോൾ അതൊരു വലിയൊരു അറിവാണ്, അതേപോലെ തന്നെ വലിയൊരു നന്മയാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാ രാത്രിയും സൂറത്തുൽ ഇഖ്ലാസ് ഈ പ്രതിഫലം ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് ഒരു തവണ ഓതിയാൽ ഖുർആൻ്റെ 1/3 ഓതിയ കൂലിയാണ്. അതിൻ്റെ അർത്ഥം ബാക്കി ഇനി ഖുർആൻ ഓതണ്ടെന്നല്ല. ഞാൻ പറയുന്നത് ഈ വിശുദ്ധ ഖുർആനിൻ്റെ 1/3 എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പരിചയപ്പെടുത്തിയ അധ്യായത്തിലെ ചർച്ചാ വിഷയം എന്താ? ഈ അധ്യായം പഠിപ്പിക്കുന്ന കാര്യം എന്താ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതിൽ എല്ലാ വാചകങ്ങളും എന്താ? അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അതിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയാണ്, അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 2 ആയത്തുൽ കുർസിയും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഇനി അള്ളാഹ്ക്ക് എത്ര പേരുകളുണ്ട്? അപ്പം ഈ ഒരു ചോദ്യം ഇതൊരു ഖുതുബയാണ്. ഞാൻ നിങ്ങളോട് എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവരും മനസ്സിൽ ഇപ്പോൾ ഒരു എണ്ണം വന്നിട്ടുണ്ട്. അള്ളാഹ്ക്ക് എത്ര പേരുണ്ടെന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹദീത്തുണ്ട്, ശരിയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, ലില്ലാഹി 99 ഇസ്മൻ, അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട്. ഇത് പഠിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട്. മിഅത്തുൻ ഇല്ലാ വാഹിദ, 100ന് 1 കുറവ്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, അതിനെ ഹൃദ്യസ്ഥമാക്കിയവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു.
അപ്പോൾ അള്ളാഹ്ക്ക് എത്ര നാമുണ്ട്? 99 നാമമുണ്ട് എന്ന് ഈ ഹദീത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹ്ക്ക് 99 നാമങ്ങളാണോ? അല്ല. അള്ളാഹുവിന് 99 നാമം ഉള്ളൂ എന്ന് പറഞ്ഞാൽ അസ്മാഇ വസിഫാത്തിന്റെ വിഷയത്തിൽ നമ്മൾ അറിവില്ലാത്ത ആൾക്കാരാണ്. എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ അള്ളാഹുവിനെ ക്ലിപ്തപ്പെടുത്താണ്. അള്ളാഹുവിനെ ആർക്കും ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. അള്ളാഹ്ക്ക് 99 നാമങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പരിധിയുണ്ട്. പിന്നെന്താണ്? അറിയിക്കപ്പെട്ട പറഞ്ഞു തരപ്പെട്ട പേരുകൾ എത്ര ഉള്ളൂ? 99 ഉള്ളൂ. 99 നാമങ്ങൾ പണ്ഡിതന്മാർ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 140ഓളം പേരുകൾ എണ്ണി പറഞ്ഞ പണ്ഡിതന്മാർ, 147ഓളം പേരുകളൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇസ്ലാമിക ലോകത്ത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ 147 ഒക്കെ എണ്ണി പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം അതിന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന ആ വാദം ശരിയല്ല. മറിച്ചോ അള്ളാഹുവിന് എന്തുണ്ട്? 99ലേറെ നാമങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയില്ല. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഹദീത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ 99 ഉള്ളൂ എന്നില്ല. അള്ളാഹ്ക്ക് 99 നാമങ്ങൾ ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. അത് ഉള്ളൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടല്ല. എന്നാൽ അത് പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ച കാര്യമാണ്. ഈ ഹദീത്ത് വെച്ചാണ്ട് 99 നാമം മാത്രമേ അള്ളാഹ്ക്കുള്ളൂ എന്ന് പറയാൻ പാടില്ല. എന്നിട്ട് അവർ പറഞ്ഞെന്താ? ഈ 99 നാമങ്ങളല്ലാത്ത മറ്റു നാമങ്ങൾ അള്ളാഹുവിന് ഉണ്ട് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഹുൽ അസ്മാഉൽ ഹുസ്ന, തഫ്സീർ സഅദിയിൽ കാണാം, ലഹുൽ അസ്മാഉൽ ഹുസ്ന ഐ ലഹുൽ അസ്മാഉൽ കസീറതു ജിദ്ദൻ അല്ലതി ലം യുഹ്സിഹാ വലാ യഅലമുഹാ അഹദുൻ ഇല്ലല്ലാഹു ഹുവ. അല്ലാഹുക്കല്ലാതെ അള്ളാഹ്ക്ക് എത്ര നാമമുണ്ട് എന്ന് അറിയില്ല. 99 എന്നല്ല, എത്ര ഉണ്ട് നമുക്ക് ആർക്കും അറിയില്ല. ആ അറിവ് ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നോക്കൂ നിങ്ങൾ, ഹദീത്തിൽ നിന്നൊരു തെളിവ് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ എന്താണ്? അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅതർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക. ഇതുകൂടെ കേട്ട നമുക്ക് കൃത്യമാവും. എന്താ പറയുന്നത്? നബി പറയാ, നിനക്കുള്ളതായ, നീ സ്വന്തത്തിന് നൽകിയതായ, നിന്റെ അടിമകളിൽ ആർക്കെങ്കിലും അറിയിച്ചു നൽകിയതുമായ, നിന്റെ കിതാബിൽ വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചതോ നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ തെരഞ്ഞെടുത്തതോ ആയ എല്ലാ നാമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു. അപ്പം നബിയുടെ പ്രാർത്ഥന, പഠിച്ചോനെ നീ പറഞ്ഞു തന്ന പേരുകൾ, ഖുർആനിലുള്ള ഹദീത്തിലുള്ള നീ പഠിപ്പിച്ചു തന്ന പേരുകൾ, അതല്ലാത്ത പേരുകൾ, നീ മനുഷ്യന്മാരല്ലാത്ത മലക്കൾക്ക് പറഞ്ഞു കൊടുത്ത പേരുകൾ ഉണ്ടാകും, അങ്ങനെയുള്ള പേരുകൾ, അതേപോലെ തന്നെ ആർക്കും അറിയിച്ചു കൊടുക്കാതെ നീ രഹസ്യമാക്കി വെച്ച നാമങ്ങളുണ്ട്, ആ നാമങ്ങളെയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഹദീത്തുകളും തെളിവുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? ഒന്ന്, അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, റഹ്മാൻ അള്ളാഹുവിൻ്റെ പേരാണ്, റഹീം അള്ളാഹുവിൻ്റെ പേരാണ്, വദൂദ് അള്ളാഹുവിൻ്റെ പേരാണ്, ജബ്ബാർ അള്ളാഹുവിൻ്റെ പേരാണ്, ഹയ്യ് എന്നുള്ള അള്ളാഹുവിൻ്റെ പേരാണ്, ഖയ്യൂം എന്നുള്ള അള്ളാഹുവിൻ്റെ പേരാണ്. ഇങ്ങനെ നമുക്ക് എണ്ണി പറയാൻ പറ്റണം അള്ളാഹുവിൻ്റെ നാമങ്ങൾ. ആ നാമങ്ങൾ അറിയപ്പെട്ടത് എത്ര ഉണ്ട്? 99 ഉണ്ട്. ഹദീത്തുകളിൽ വന്നത്, ആയത്തിൽ വന്നത് 99 ഉണ്ട്. ആ 99 നാമങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഇഹ്സാ ചെയ്യണം. എന്താ ഇഹ്സാ ചെയ്യുക പറഞ്ഞാൽ? നമ്മൾ പഠിക്കണം. കാണാതെ പഠിക്കാന്നല്ല അതിൻ്റെ അർത്ഥം. മൻ അഹ്സാഹാ ദഖലൽ ജന്ന. ഈ 99 നാമങ്ങളെ പഠിച്ചവൻ, മനസ്സിലാക്കിയവൻ, അവൻ എന്ത് ചെയ്തു? ഇഹ്സാ ചെയ്തവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. എന്താണ് ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്നൽ മുറാദ ബി ഇഹ്സാഇഹാ. ഇഹ്സാ ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവ എണ്ണി തിട്ടപ്പെടുത്തുകയും പഠിച്ചു മനപ്പാടമാക്കുകയും ചെയ്യുക. ഒന്ന്, എണ്ണി തിട്ടപ്പെടുത്തണം, പഠിച്ച് മനപ്പാടാക്കണം. രണ്ടെന്താ? അവയുടെ അർത്ഥവും ആശയവും തേട്ടവും അറിയണം. മൂന്ന്, അവ കൊണ്ട് ദുആ ചെയ്യണം. എന്തിനാ നമ്മൾ ഈ തൗഹീദ് പഠിക്കണത്? തൗഹീദുൽ അസ്മാഇ വസിഫാത്തിനെ കുറിച്ച് നമ്മൾ എന്തിനാ പഠിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തൗഹീദ് റുബൂബിയത്ത് എന്താ നമ്മൾ മനസ്സിലായി, ഉലൂഹിയത്ത് എന്താന്ന് പറഞ്ഞു. നമ്മുടെ ആരാധനകളൊക്കെ അല്ലാഹുവിന് മാത്രം സമർപ്പിക്കലാണ്. എന്നാൽ എന്തിനാണ് ഈ അസ്മാഇ വസിഫാത്ത് പഠിക്കുന്നത്? സഹോദരങ്ങളെ, ഈ അസ്മാഇ വസിഫാത്ത് പഠിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ശരിയാകുക. കാരണം എന്താ? പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താ അറിയോ? അള്ളാഹു പറയാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഉദാഹരണം എങ്ങനെയാ? ഗഫൂറായ റബ്ബേ, എൻ്റെ പാപം പൊറുക്കണേ എന്ന് ദുആ ചെയ്യണം.
പടച്ചോനെ എനിക്ക് എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്താ? ഗഫൂറായ റബ്ബേ, പാപം പൊറുക്കുന്നവനായ റബ്ബേ, എൻ്റെ പാപങ്ങൾ നീ എന്ത് ചെയ്യണം? പുറത്തു തരണം. റാസിഖായ റബ്ബേ, നീ എനിക്ക് റിസ്ഖ് നൽകണം. അല്ലാഹു റിസ്ഖ് നൽകുന്നവനാണ്. അപ്പൊ റാസിഖായ റബ്ബേ, നീ എനിക്ക് റിസ്ഖ് നൽകണം. മനസ്സിലായി? അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ദുആ ചെയ്യേണ്ടത്. എല്ലാറ്റിനും കഴിയുന്നവനായ റബ്ബേ. അപ്പം അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. എന്നാൽ ആ മേഖലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വശമുണ്ട്. എന്താണ്? അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് പേരുകളുണ്ട്, അള്ളാഹ്ക്ക് വിശേഷണങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. ഉദാഹരണത്തിന് ഞാൻ ഓതി വെച്ച ആയത്ത് എന്താ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. സൂറത്തുൽ അറാഫിലെ 180-ാമത്തെ ആയത്താണ്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവൻ്റെ പേരുകളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. പേരുകളിൽ കൃത്രിമം കാണിക്കാൻ പാടില്ല. ആയത്തിൽ പരാമർശിക്കപ്പെട്ട ഇൽഹാദ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണോ? ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ലാത്ത പേരുകൾ അള്ളാഹുവിന് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഖുർആനിലും സുന്നത്തിലും പറയാത്തൊരു പേരും പടച്ചവനുണ്ട് എന്ന് പറയാൻ പാടില്ല. ഉദാഹരണം, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും ഉണ്ടാക്കിയവൻ ആരാണ്? അള്ളാഹുവാണ്. അല്ലേ? എല്ലാം ഉണ്ടാക്കിയവൻ അള്ളാഹുവാണ്. സാധാരണ നമ്മൾ നിർമ്മാതാവിന് നമ്മൾ ബന്ന എന്ന് പറയും. അറബിയിൽ ബന്ന എന്നാ പറയാം. ഒരു കെട്ടിടം ഉണ്ടാക്കുന്ന ആൾ ബന്ന ആണ്. ഒരു കെട്ടിടത്തെ നിർമ്മിച്ചവൻ ബന്ന ആണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ഉണ്ടാക്കിയവനാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹ്ക്ക് ബന്ന എന്ന് പറഞ്ഞൊരു നാമമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം അങ്ങനെ ഒരു നാമം ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഇല്ലാത്തൊരു പേര് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഉണ്ടാക്കി നമ്മൾ പറയാൻ പാടില്ല. എന്താണോ ഉള്ളത് അത് അതേപോലെ പറയുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നതാണ് വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട്. അതേപോലെ തന്നെ അടുത്തൊരു വിഷയം എന്താ? 6 കാര്യങ്ങൾ അസ്മാഇ വസിഫാത്ത് പഠിക്കുമ്പോൾ 6 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൊന്ന് എന്താ അറിയോ? ഒന്ന്, നമ്മൾ തഅവീൽ നടത്താൻ പാടില്ല എന്ന് പറയും. എന്താ തഅവീൽ നടത്താൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല? വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പാടില്ല. വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ തഹരീഫ് നടത്താൻ പാടില്ല. അർത്ഥത്തിന് തെറ്റിക്കാൻ പാടില്ല. തഅ്തീൽ നടത്താൻ പാടില്ല. തഅ്തീൽ നടത്താൻ പാടില്ല എന്നാൽ എന്താണ് അള്ളാഹ് ഉദ്ദേശിച്ച അർത്ഥം, ആ അർത്ഥം നൽകാതെ അതിനെന്ത് ചെയ്യുക? ആ അർത്ഥത്തെ നിഷേധിക്കാനാണ് തഅ്തീൽ എന്ന് പറയാം. തംസീൽ നടത്താൻ പാടില്ല എന്ന് പറയും. തംസീൽ എന്ന് പറഞ്ഞാൽ ഉപമിക്കുക. അള്ളാഹുവിനെ എന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ നാമങ്ങളെ നമ്മൾ ഉപമിക്കുക. തശ്ബീഹ് നടത്താൻ പാടില്ല. സാദൃശ്യപ്പെടുത്താൻ പാടില്ല. തകീഫ് നടത്താൻ പാടില്ല. നിശ്ചിതമായ രൂപം നൽകാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയും. ഞാനിത് മനസ്സിലാകാൻ വേണ്ടി ഒന്നും കൂടി പറയാം. ഇപ്പോൾ അള്ളാഹു ഇറങ്ങും. ഹദീസിലുണ്ട്, യൻസിലു റബ്ബുന, നമ്മുടെ റബ്ബ് എന്ത് ചെയ്യും? യൻസിലു റബ്ബുന ഫീ കുല്ലി ലൈലത്തിൻ ഇല സമാഇ ദുനിയ, എല്ലാ രാത്രിയും അള്ളാഹു ഇറങ്ങി വരും. നിങ്ങൾ നമ്മുടെ നാട്ടിലെ വഅദുകളിലൊക്കെ പ്രസംഗങ്ങളിലൊക്കെ ചില ഉസ്താദുമാരൊക്കെ പറയും സെലഫികളായ ആളുകളുടെ പടച്ചെന്ന് പറഞ്ഞ് ഇറങ്ങണ അള്ളയാണ്, കയറണ അള്ളയെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. അത് നമ്മുടെ അർത്ഥമല്ല, നമ്മൾ പറഞ്ഞ വാചകമല്ല, ഹദീസിലുള്ളതാണ്. യൻസിലു റബ്ബുന ഫീ കുല്ലി ലൈലത്തിൻ ഇല സമാഇ ദുനിയ, ഒന്നാമത്തെ ആകാശത്തിലേക്ക്, ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക് എല്ലാ രാത്രിയും അള്ളാഹു ഇറങ്ങി വരും. അള്ളാഹു ഇറങ്ങുന്ന പറഞ്ഞത്. എങ്ങനെയാ ഇറങ്ങാം നമുക്കറിയില്ല. അള്ളാഹുവിന് അനുയോജ്യമായ രീതിയിൽ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങും. മനസ്സിലായി? അതിനെ നിഷേധിക്കാൻ പാടില്ല. അവിടെ ചില ആളുകൾ പറയും അള്ളാഹ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങുന്നല്ല, അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതാണ്. അങ്ങനെ പറയണമെങ്കിൽ അതിന് തെളിവ് വേണം. എവിടെയാണ് അള്ളാഹുവിന്റെ റഹ്മത്താണ് ഇറങ്ങാന്ന് ഈ ഹദീസിനെ മുന്നിൽ വെച്ചിട്ട് ആരാ പറഞ്ഞ്? അതുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അതില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വകയായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇപ്പൊ അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് ഖുർആനിലുണ്ട്. അള്ളാഹ്ക്ക് മുഖമുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് മുഖമുണ്ട് എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ ആളുകൾ പറയുന്നത് നമ്മളെപ്പോലുള്ള ഒരു അള്ളയാണ്. അതാരാ പറഞ്ഞു? നമ്മളാരെങ്കിലും പറഞ്ഞു നമ്മളെപ്പോലെയുള്ള അള്ളയാണെന്ന്? ഇല്ല. അള്ളാഹുവിന് വിരലുകളുണ്ട്, അള്ളാഹുവിന് കാൽപാദമുണ്ട്, അള്ളാഹുവിന് യദുണ്ട്. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്, ഖുർആനിലുള്ളതാണ്. അത് അതേപോലെ സ്വീകരിക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ നമ്മുടെ വകയായിക്കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല, നമ്മൾ വിശദീകരിക്കാൻ പാടില്ല. അള്ളാഹിന്റെ മുഖം ഇങ്ങനെ ഇക്കാരം, അള്ളാഹിന്റെ കൈ ഇങ്ങനെ ഇക്കാരം, അള്ളാഹുവിന്റെ കാലുകൾ ഇങ്ങനെയായിരിക്കും, അത് പറയാനുള്ള അധികാരം നമുക്കില്ല. എന്താണോ ഖുർആനിലും സുന്നത്തിലും പഠിപ്പിക്കപ്പെട്ടത് അത് അതേപോലെ എന്ത് ചെയ്യുക? വിശ്വസിക്കണം. ഇപ്പൊ നമ്മൾ കേട്ടൊരു സംഭവമായിരിക്കും, അർ-റഹ്മാനു അലൽ അർശിസ്തവ, റഹ്മാനായ റബ്ബ് അർഷിൽ ഉപവിഷ്ടനാണ്. ലോകത്തിലെ ഒന്നാമത്തെ സൃഷ്ടി എന്താണ്? അർഷാണ്. ആ അർഷിൽ അള്ളാഹു ഉപവിഷ്ടനാണ്. ആ അർഷിൽ ഉപവിഷ്ടനായ അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിക്കാൻ. എന്താ ചോദ്യം? ഇമാം മാലിക്കിനോട് ചോദ്യം, അർ-റഹ്മാനു അലൽ അർശിസ്തവ,
എന്താണ് ഈ അർറഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ, പടച്ചോൻ എങ്ങനെയാണ് ഈ അർശിലിരിക്കുക എന്നാണ് ഇമാം മാലിക്കിന്റെ സദസ്സിന്ന് ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞു അൽ ഇസ്തിവാഉ മഅലൂമുൻ, അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇരിക്കുക എന്നുള്ളത് മഅലൂമാണ്, അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂലുൻ, എങ്ങനെയാ ഇരിക്കണത് അല്ലാഹു ആലം, അറിയില്ല, അത് പറഞ്ഞു തന്നിട്ടില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അത് വിശ്വസിക്കൽ എന്താ നിർബന്ധമാണ്. അള്ളാഹുവിന് അർഷുണ്ട്, അള്ളാഹു അർഷിൽ ഇരിക്കും, അതെങ്ങനെ ഇരിക്കണം നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ വിശ്വസിക്കൽ എന്താണ്, അത് നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, ചോദ്യം ബിദ്അത്താണ്, എങ്ങനെയാ ഇരിക്കുക എന്നുള്ള ചോദ്യം എന്താണ്, ബിദ്അത്താണ്. മനസ്സിലായി? ഇതായിരിക്കണം നമ്മുടെ നിലപാട്. നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് ചോദിക്കാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ പടച്ചോൻ ഇരിക്കുക, എങ്ങനെ പടച്ചോൻ ഇറങ്ങുക, എങ്ങനെ പടച്ചോന്റെ മുഖം, എങ്ങനെ പടച്ചോന്റെ കൈ, ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, ഒരാള് പിന്നെ ഒരു കാലഘട്ടം വരുമെന്നാണ്. ആ കാലഘട്ടം വരുമ്പോൾ ആൾക്കാർ വന്നിട്ട് നമ്മളോട് ചോദിക്കും, ആരാണ് നിങ്ങളെ പടച്ചതാരാ? അപ്പൊ നമ്മൾ പറയും അള്ളയാണ്. അതേപോലെ ഇന്നത് ഉണ്ടാക്കിയതാരാ, അതിന്റെ സൃഷ്ടാവിനെ കുറിച്ച് പറയുമ്പോൾ ഈ ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ആരാണ്, അള്ളാനെ പടച്ചതാരാ, അള്ളാനെ സൃഷ്ടിച്ചതാരാന്ന് ചോദിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അപ്പം നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടേ നിങ്ങൾ വലതുവശത്തേക്ക് നിങ്ങൾ തുപ്പിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, നമ്മുടെ ബുദ്ധിൻ്റെ പരിമിതിയാണ്. നമുക്കത്ര ബുദ്ധിയില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ആയിട്ടില്ല. പ്രമാണങ്ങളിലുള്ളത് അതേപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ചുരുക്കത്തിൽ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉത്കൃഷ്ടമായ ധാരാളം നാമങ്ങളുണ്ട്. ആ നാമങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ പഠിക്കണം. നമ്മൾ നേടുന്ന അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അതാണ്. അതുകൊണ്ട് തന്നെ ആ നാമങ്ങൾ മനസ്സിലാക്കി അതിനെ മുന്നിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ഒരിക്കലും അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല, നമ്മളതിനെ നിഷേധിക്കാനും പാടില്ല. അങ്ങനെ ഒരു നാമം പടച്ചോനില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ 99 നാമങ്ങൾ മാത്രമേ അള്ളാഹ്ക്കുള്ളൂ എന്ന വിശ്വാസം ശരിയല്ല. അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്, അത് പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ വിശ്വസിക്കുന്നു, ബാക്കി നമുക്കറിയില്ല. അത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതിനെക്കുറിച്ചുള്ള അറിവ്. ആ രീതിയിലാണ് ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ സത്യസന്ധമായി പഠിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഗൗരവത്തോടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനെ കൂടെ ചേർത്തു വെക്കേണ്ട ഒന്നാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശൂറയിൽ അല്ലാഹു പറഞ്ഞു, ലൈസ കമിത്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ വേറെ ആരുമില്ല, അല്ലാഹുവിന് തുല്യനായി വേറെ ആരുമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു, ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു, ദജ്ജാൽ ഇന്നഹു അഅവർ, അവൻ ഒറ്റക്കണ്ണനാണ്. വ ഇന്ന റബ്ബകും അസ്സവജല്ല ലൈസ ബിഅവർ, അല്ലാഹു എന്തല്ല, ഒറ്റക്കണ്ണനല്ല. അപ്പം ഞാൻ ഈ ഹദീത്ത് കൊണ്ടുവന്ന് എന്തിനാണ്, പടച്ചോൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. അപ്പം വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി മറ്റാരുമില്ല എന്ന് അല്ലാഹു പറഞ്ഞു. എന്നിട്ട് അല്ലാഹു വിശദീകരിച്ചു തന്നു, അല്ലാഹു ആരുടെയും മകനല്ല, അല്ലാഹുവിന് മക്കളില്ല. അപ്പം ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തന്നത്, പഠിപ്പിച്ചു തന്നത് അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അപ്പം ഈ ഖുതുബയുടെ ഏറ്റവും ചുരുക്കമെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും വ്യക്തമാക്കിയിട്ടുള്ള മുഴുവൻ നാമങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും വിശ്വസിക്കണം. അപ്പം നമ്മളൊന്ന് എഴുതി പഠിക്കണം. അപ്പം ചില ഖുർആനിൻ്റെയൊക്കെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉണ്ടാകും, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്ന് പഠിക്കണം. ഇപ്പം അള്ളാഹു എന്ന് അള്ളാഹ്ക്ക് നാമുണ്ട്, അള്ളാഹു. അപ്പം എന്താണ് ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? അതേപോലെ തന്നെ ഇലാഹ് എന്ന അള്ളാഹുവിന് നാമമുണ്ട്. ഇപ്പം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രചിച്ചിട്ടുണ്ട്. അറബിയിൽ തന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ്
അള്ളാഹുവിനെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ഖുർആനിലും സുന്നത്തിലും വ്യക്തമാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൽ മുഴുവനും നമ്മൾ വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങളിൽ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. എന്താണോ അതിൻ്റെ ആശയം എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പൊ അള്ളാഹു ഹയ്യാണ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ആ ഹയ്യാണ് എന്ന് പറയുമ്പോൾ ആ ഹയ്യ് എന്ന് ഒരു ന്യൂനതയില്ല. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, ഒരാൾ പറയാ ഞാനും ഹയ്യാണല്ലോ, അള്ളി ഹയ്യാണല്ലോ, അപ്പൊ ആ രണ്ട് നാമം ഒരേപോലെ അല്ല, അതിന് വ്യത്യാസമുണ്ട്. അള്ളാഹു ഹയ്യാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ന്യൂനത ഉണ്ടാവില്ല. നമ്മൾ ഹയ്യാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ഹയ്യ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇനിയോ നാളെ നമുക്ക് ഹയ്യല്ലാത്തൊരവസ്ഥ വരും, പടച്ചോൻ അങ്ങനെ ഉണ്ടാവൂല. മനസ്സിലായില്ല? അപ്പൊ അതിന്റെ ആശയങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ച ഒരുപാട് ഫലങ്ങളുണ്ട്. അതിനെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ ദുആ ചെയ്യാണ്, ഹയ്യുൽ ഖയ്യൂമായ റബ്ബേ എന്ന് വിളിച്ചൊരാൾ ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. ഒരാൾ റബ്ബിനെ വിളിച്ചിട്ട് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല എന്ന് പറയുന്ന പ്രാർത്ഥന നിർവഹിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അയാളുടെ ദുആ കേൾക്കുന്നതാണ്. അതിന്റെ കാരണമായി നബി പറഞ്ഞെന്താ, അയാൾ ദുആ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ദുആ ചെയ്താൽ ആ പ്രാർത്ഥന സ്വീകരിക്കും. അപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പഠിപ്പിച്ച ഹദീസുകളിൽ വന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. അറിവാണ് യഥാർത്ഥത്തിൽ നമ്മളെ നല്ല വിശ്വാസികളാക്കി മാറ്റുന്നത്. അറിയാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. പഠിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരം, ഖുതുബയായാലും മറ്റുള്ള ക്ലാസ്സുകളായാലും അത്തരം സന്ദർഭങ്ങളെ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വരുന്ന ഫെബ്രുവരി മാസം കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി വിസ്ഡം യൂത്ത് ഒരു മഹത്തായ സമ്മേളനം നടത്തണം. ആ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു അറിവ് പകർന്നു കൊടുക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ പ്രവാചകനെ കുറിച്ച്, അവൻ്റെ ദീനിനെ കുറിച്ച് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സമ്മേളനം നടത്തുന്നത്. ആളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുമല്ല. അതുകൊണ്ട് തന്നെ ആ യൂത്ത് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ പ്രവർത്തകരാണ്, നമ്മളതിൻ്റെ സംഘാടകരാണ്, നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ആ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, അത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഉറച്ച് തീരുമാനം എടുക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ തസ്ഫിയ എന്ന പേരിൽ മഹത്തായ പ്രോഗ്രാം, നമ്മുടെ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ധാരാളം പ്രോഗ്രാമുകൾ, ഇന്നലെ വളണ്ടിയേഴ്സിൻ്റെ മീറ്റ് നമ്മുടെ സമീപ പ്രദേശത്ത് നടന്നു, മലപ്പുറത്ത് നടന്നു. അങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളതിൻ്റെയൊക്കെ ഭാഗമാകണം, നന്മയിൽ നമ്മൾ പങ്കുചേരണം. ആ പ്രോഗ്രാമിന് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, അതിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയമാണിപ്പോൾ, അത് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാരവാഹികൾ അവരുമായി കൊണ്ട് ബന്ധപ്പെടുകയും ആ കാര്യങ്ങളിൽ നമ്മളെല്ലാവരും സജീവമായി ശ്രദ്ധിക്കണം. നമ്മുടെ ഈ വീട്ടിൽ ഈ മഹല്ലിലുള്ള പ്രായം ചെന്ന ആളുകളൊക്കെ തങ്ങളുടെ മക്കൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. സ്ത്രീകൾക്കും സൗകര്യമുണ്ട്. ആ 2 ദിവസങ്ങളിൽ സാധിക്കുന്ന ആളുകൾ 2 ദിവസം, ഇല്ലാത്ത ആളുകൾ അവസാനത്തെ ദിവസം, അതിൻ്റെ ആ സമ്മേളനം തുടങ്ങുന്ന സമയം മുതൽ അവസാനം വരെ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുക. ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, നമ്മുടെ സമയം വെറുതെയാകൂല. നമ്മളിവിടെ അങ്ങോട്ട് യാത്ര ചെയ്ത് തിരിച്ചെത്തുന്നത് വരെയുള്ള സമയം ഒരിക്കലും നമുക്ക് നഷ്ടാകൂല. കാരണം അത്രമാത്രം ആലോചിച്ചും ചിന്തിച്ചുമാണ് നമ്മുടെ പണ്ഡിതന്മാരവിടെ ഓരോ വാക്കുകളും പറയാം. അത്രയും പഠിച്ച് വിശകലനം നടത്തിയാണ് നമ്മുടെ പ്രഭാഷകന്മാർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഉസ്താദുമാർ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിൻ്റെ ഒരു മഹാവിരുന്നായിരിക്കും നമ്മുടെ യൂത്ത് കോൺഫറൻസ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ സമ്മേളനത്തിന് വേണ്ടി നമ്മൾ പങ്കെടുക്കാൻ തയ്യാറാവുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കേരളത്തിലെ യുവജന സമൂഹത്തിന് ഒരു വലിയ മാറ്റമുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മേളനമാക്കി നമ്മുടെ സമ്മേളനത്തെ മാറ്റുവാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.